സുഹൃത്തുക്കളെ, അമ്മ ആൻ്റണി ക്രിയേഷൻ്റെ ഒരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ചായ കുടിക്കാൻ വന്നതാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ നമ്മുടെ ജോയി ചക്കൻ്റെ ചായക്കടയാണ്. ജോയി ചക്കൻ നല്ല തമാശ പറയണ്. അതുപോലെ ഇവിടെ ഇരിക്കുന്നവരൊക്കെ തമാശ പറഞ്ഞു കേട്ടപ്പോൾ ഞാൻ ഇട്ടതാണ്. അപ്പോൾ നിങ്ങളാരും എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻസിൽ കൂടെ അറിയിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഒരു അപ്പം ഞായറാഴ്ച ആകുമ്പോൾ ചെറുതടിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമല്ലേ? എത്ര ചായയുടെ പരിപാടി തുടങ്ങിയിട്ട് എത്ര കൊല്ലായി? 12 മൂന്നാമത്തെ ക്ലാസ്സിൽ പോയിട്ടുള്ള മാസ്റ്റർ പറഞ്ഞു, ഞാൻ ഇനി നിർത്തണം ഇവിടെ വെച്ച്. ഒരടി കൊല്ലാണ്ട് ഒരു കാര്യമില്ല. ചിത്രം വന്നിട്ട് പോയില്ല. ടാസറിയോട് തുടക്കി അടി. പതിനാറ് അമ്മ പറഞ്ഞത് എന്നെ നോക്കൂ. കേരളത്തിൽ തന്നെ കിട്ടില്ല, വായിക്കാൻ കിട്ടില്ല, വായിക്കാൻ അറിയില്ല. അന്നനാട് എൻ്റെ നാട്ടില് അറിയോ? മേളത്തിനോടാണ്. മേളത്തിന് പോകണം അങ്ങനെ പറഞ്ഞാൽ അറിയുള്ളൂ. ആരാമനെ താമി താമി കൊട്ടങ്ങനെ തലയിൽ മുടിനായിരുന്നില്ല. ഇപ്പൊ കാലത്തൊരു ഞാൻ തന്നെയാ മൂത്ത മരുമോനത്. മൂത്ത മോളെ കിട്ടിന്. മൂത്ത മരുമോനാ? ആദ്യത്തെ കാലം എൻ്റെ അവിടെ വന്ന ആ കുടുംബത്ത്. അതോടുകൂടി ആ കുടുംബം 800 അതില്ല അങ്ങനെ പറയല്ലേ. ഞാൻ ഇന്ന് ഞാൻ പറഞ്ഞില്ല. മൂത്തേന് അവരുടെ പഠിപ്പ് 2 കഴിഞ്ഞു. 2 ആമ്പിള്ളേരാ. എനിക്ക് പഠിപ്പ് കഴിഞ്ഞു. താഴെ എറണാകുളത്ത് ജോലിയുണ്ട്. ഇല്ല മൂത്തവൻ്റെ കഴിഞ്ഞതിനുണ്ടെങ്കിൽ 2ാമത്തേനെ കൊണ്ടുപോകും. അവന് പരിമൊക്കെ അവനുള്ളതാ. മൂത്തവനില്ല. മൂത്തേനെ പുറന്നണ്ടേ. മൂത്തേനെ കാശില്ല. അവന് കാശായിട്ട് കൊടുക്കും. പിന്നെ അവന് വീടും പറമ്പൊക്കെ അവന്. 2ാമത്തെ ഏറ്റവും താഴെ കൊടുക്കുക. മക്കൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം, നിന്റെ ഇഷ്ടം പോലെ. ഞാൻ ആദ്യമായിട്ട് നിന്നത് ചാലക്കുടി കഞ്ചേഴ്സിന്റെ അവിടെ ആ പുതിയൊരു ബാറ്. അത് അവിടെ ഞാൻ നേരെ ഓപ്പോസിറ്റ് ഒരു ഉടുപ്പ പട്ടറി ഹോട്ടലുണ്ട്. അല്ല, എപ്പോഴും ബാറിന്റെ സൈഡിലുള്ള ഹോട്ടലിലാ പണിക്കുള്ളൂ. അപ്പൊ അവിടെ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ്. നിന്ന സ്ഥലമൊക്കെ എറണാകുളം, ആലുവ നരത്ന ബാറ്. ബാറിൻ്റെ അടുത്ത് സേപ്പിപ്പോളി ഫാഷൻ ജ്വല്ലറി ഇല്ലേ, സ്വർണ്ണക്കട. അയാൾക്ക് 4 സ്വർണ്ണക്കടയുണ്ട്. ചാലക്കുടി ഏറ്റവും വലിയ ആലുവയില് ആ മാർക്കറ്റിന്റെ അടുത്ത് തന്നെ. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡില്. ചേട്ടന് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി നന്നായി വീഡിയോയിൽ പെടാൻ. ഞാൻ പിന്നെ വേറെ എല്ലാം നടന്മാരൊന്നുമില്ലടാ. വെള്ളമടിക്കാനാ ഭക്ഷണം കഴിക്കാനായി. എനിക്കറിയില്ല. റൂമിൽ കയറിയ കാലത്തിൽ എവിടെ ഇരുന്ന ഞാൻ കെറ്റിലൊക്കെ ആളൊക്കെ അറിയോ? വെയിറ്റുമാർക്കറിയാം. ഞാള് ഇവിടെ വന്ന് പോയത്. ഈച്ചപ്പതില് കുറവാ വീടുകളിലെ. എൻ്റെ വീട്ടിൽ കുറവാ ഉണ്ട്. അത്രയില്ല. എന്റെ വീട്ടിലൊരൊറ്റ ഈച്ച കിടക്കില്ല. വെയില് കെട്ടിയേക്ക. ശരി, അത് നന്നായി. വെയില് കെട്ടിയാണ്. ഒരെണ്ണം കിടക്കില്ല. ഞാൻ ബാലകൃഷ്ണനിലെ. നമ്മൾ പഴയ സ്ഥലല്ലേ. 9 വർഷം കഴിഞ്ഞപ്പോ ബാലകൃഷ്ണനിൽ. ഈ കട മാത്രം നോക്കി ചായ കുടിക്കാൻ വരാണ്ടായ കാരണം
ഈ കട നോക്കി ആളടിച്ചിട്ട് ഇങ്ങനെ വരാറുള്ള ആളാണ്, പുതിയൊരാളല്ല. ചായക്കട ആളന്മാരിയൊക്കെ തോട്ടിയുണ്ട എപ്പോഴും ഒരു പതിവുണ്ട് തോട്ടിയറില്. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ഇപ്പൊ എത്ര ചായ അടിച്ചിട്ടുണ്ടാവും? ചായ ഇന്നല്ല വന്നിട്ട് അല്ല ഇന്ന് പൂരിക്കുള്ള മാവ് കുഴച്ചിട്ട് അപ്പോൾ ചായ അതിക്ക് മുമ്പ് പായസം കൊണ്ട് തരും. അത് ചോദിച്ചിങ്ങനെ എത്തോടെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ചായ വരണം. അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് പാലമുള്ള എപ്പോഴും ചായ കുടിച്ചാൽ വിശപ്പടയും. അതല്ല ഞാൻ ചോദിച്ചത്, നീ ഇപ്പൊ എത്ര ചായ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അടിച്ചിട്ടുണ്ടെന്ന്? എനിക്ക് അടുക്കളയല്ലേ പണി. ചായ അടിച്ചിട്ട് ബാലകൃഷ്ണ പിന്നെ ബാലകൃഷ്ണൻ ഇല്ലാണ്ട് വരുമ്പോ ആരടിക്കാനും പോയില്ല, തല്ലാനും പോയില്ല. മൊത്തം എത്ര ചായ അടിച്ചിട്ടുണ്ടാവും? അല്ലല്ല അപ്പൊ ഒരു 4-3-7 ചായ അടിച്ചിട്ടുണ്ടാവും അല്ലേ? 4 കിലോ പൂരി അടിച്ചിട്ടുണ്ട്, 2 കിലോ മസാല. ഞാനൊരു ചായ കുടിക്കാൻ വന്നതാ. അപ്പൊ നമ്മുടെ സുഹൃത്ത് ഇവിടെ വന്ന് കയറിയിട്ടുണ്ട്. അല്ല പൂരി അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാ അതല്ലേ അത് പരത്താന്ന് പറയാ. എന്തായാലും ചായ കുടിക്കാൻ വന്നതില് സന്തോഷമുണ്ട്. പൂരിയല്ലേ? പൂരി ആ പോളച്ചതിനനുസരിച്ചുള്ള കനം ഉണ്ടാവണം. അപ്പൊ പിന്നെ ഒരു പൂരിയൊക്കെ തിന്നാ ഒരാൾക്ക് കട്ടി കുറച്ചാ അതിങ്ങനെ പപ്പടം പോലെ പട്ടി കൂട്ടിയാലും ശരിക്കും പോകാൻ വരില്ല, അതിനുള്ളിൽ അയറ് നിൽക്കണം. അല്ല ഇതിന് പേര് കൊടുത്ത ആരാ ഈ പൂരി എന്നുള്ളത്? കണ്ടുപിടിച്ചവനെ വിളിച്ച് തരണം. ഈ പൂരി കണ്ടുപിടിച്ചവനെ അവനെ വിളിച്ച് തരണം, നമുക്ക് പണിയാം. അല്ല പൂരി കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നീ ഒക്കെ എങ്ങനെയാ അരി മേടിക്ക? പൊറോട്ടടിക്കണം. ഞാൻ പൂരി അടിക്കും ഒരു 3 എണ്ണൊക്കെ. ചട്നി ആയാലും പോന്നാ മതി. ഈച്ച വരാണ്ടിരിക്കാനേ ചെറുനാരിന് ഒരു പൊളിയായിട്ട് 1 ഗ്ലാസ് വെള്ളത്തിലിട്ടിരിക്കുന്നു. എത്ര മെല്ലാണ് ഈച്ച വന്നു കഴിഞ്ഞാലേ നമുക്ക് അത് ഞാൻ പറയാൻ ഇരുന്നാക്കളെ ഒരു ഹോട്ടലിൽ നിന്നിട്ട് ടീച്ചറിങ്ങൾ വരുന്നത്. അപ്പൊ എല്ലാ 1 ഗ്ലാസ് വെള്ളത്തിട്ടാ അപ്പൊ ഈ വെള്ളത്തിൽ കുറെ കഴിയുമ്പോ അതിന്റെ മണങ്ങൾ ഇതാവില്ലേ, ആ മണങ്ങൾ വരില്ലാണ്, എത്ര വലുതാവില്ല. അല്ലെങ്കിൽ വിവരം പറഞ്ഞാൽ മതി. ബസ് സ്റ്റാൻഡ് അവിടെ ഉടുപ്പ ഹോട്ടലില് അവരോട് വിവരം പറഞ്ഞാൽ മതി. കടകളില് അപ്പൊ മോലാളി ഒന്നും പറയില്ലേ? ബസ് സ്റ്റാൻഡ് അടുത്ത് ഇതുപോലെ ചായ കളഞ്ഞു കഴിഞ്ഞാ മോലാളി ഒന്നും പറയില്ലേ? ചായ പോണത് എവിടേക്ക്? ഇവിടെ അല്ല ചായ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇത് കാശ് മുടക്കി തന്നെ അവിടെ ദേഷ്യം വരില്ലേ? വൈകുന്നേരം ക്ലാസ് കാണാൻ പാടും. 2 ഗ്ലാസ് കൊടുക്കും. അവിടെ ചെല്ലുമ്പോ ചീത്ത ഒരു ഗ്ലാസ് കടയിൽ അത്ര ചായ പോയില്ല. അപ്പൊ അതിൽ കുറവുണ്ടെങ്കിൽ നമ്മള് പണിക്കാശിന് പിടിക്കും. നല്ല മോലല്ലിയാണ്. നല്ല മുതലേ. അപ്പൊ നമുക്ക് കുടുംബശ്രീ കൊടുക്കാമല്ലോ. താമസിച്ചില്ല അവിടെ 2 ദിവസം വീട്ടിൽ കൊണ്ടാ
അവിടെ കടയിൽ ആ. 4 മണിയാകുമ്പോൾ മുതലേ വരും. രാമൻ ചേട്ടനത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാല്ലേ? 12 വയസ്സിന് ഞാൻ ഈ പണി തുടങ്ങിയതാണ്. ഇപ്പൊ വയസ്സ് 55 വയസ്സ്. അല്ല, അപ്പൊ നിനക്ക് എത്ര കൊല്ലത്തെ 55 വയസ്സ് പഴക്കണ്ട്? 43 കൊല്ലത്തെ സർവീസ് ആണ് ഈ ഫീൽഡില് അല്ലേ? ഇവിടെ ബാംഗ്ലൂര് 3 വർഷം ഉണ്ടായി. ബാംഗ്ലൂര് പെറോട്ടടി സിറ്റിയിലായിരുന്നു. സിറ്റിയിലായിരുന്നു. ഈ വീട് അല്ല ചങ്ങാതി, ഈ കാലത്ത് ആ സിറ്റിന് ചേട്ടന് ബോംബെ സിറ്റിയിലിട്ട് പൊറോട്ട അടിച്ചാൽ വണ്ടി കയറി മറിയില്ലേ? പരിചയമില്ല. അല്ല ഞാൻ ചെറുപ്പമായിട്ട് ഈ വണ്ണേ ഉള്ളൂ. ഈ ബോംബെ ഈ വരിന്റെ വണ്ണം ഉണ്ടാവില്ല. ഈ അതല്ല 2 വയസ്സിലേക്ക് അതെ ചങ്ങാതി, ഞാൻ ചോദിക്കട്ടെ, പറഞ്ഞിട്ടുണ്ട്. ബോംബെ സിറ്റിയിലിട്ട് പൊറോട്ട അടിച്ചാ വല്ല വണ്ടി കയറി മറിയില്ലേ? സിറ്റിയല്ല ബാംഗ്ലൂര്. കടയിലല്ല, നീ റോട്ടിലല്ലല്ലോ. നമ്മുടെ ഇപ്പൊ രാത്രി ഇത്തിരി മനസ്സിലായി തുടങ്ങി. ഞാനിപ്പോ എപ്പോഴും അറിഞ്ഞു വരുന്നതാ. അത് കളിക്കും. എന്തായാലും രാജനെ വളരെ സന്തോഷമുണ്ട് ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും മെയിൻ ഗസ്റ്റ് രാജനാണ്. അപ്പൊ ആ, രാജൻ വന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. ചായക്കട എന്നൊക്കെ ആ വല്ല ബ്ലാക്ക് ചേട്ടാ അതിൽ പോകാറുണ്ടല്ലോ. പണ്ട് പഠിക്കും വലിയ തേന ഒടിഞ്ഞു തുടങ്ങി പോയതാ. ഒടിഞ്ഞു ഒടിഞ്ഞു പോവേ. അതെ ഒടിഞ്ഞു പറിച്ചാൽ നടക്ക് തന്നെ പോയതാ. ഇയാൾ തലാൻ ഒന്നും പോയില്ല. അല്ല, ഇത് എത്ര വയസ്സിലാ ഒടിഞ്ഞു തുടങ്ങി പോയേ? അതും പറയുന്നു. വല്ലാതെ മറ്റേതാറില്ല. രണ്ടാമത്തെ സിനിമ അതേ പിടിക്കണേല്. ഞാൻ പോട്ടെ, ഞാൻ സൈക്കിൾ നിക്ക്. എനിക്ക് ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നേരം വരെ ഇരുന്നില്ല. ഇരിക്ക്. പോട്ടെ. ഇവിടെ ഇരിക്ക് രാജ.